ഷിബു തെക്കുംപുറം MLAയുടെ 100 ദിന കർമ്മ പരിപാടികളുടെ ഭാഗമായി മൺസൂൺ മാജിക് മഴ ഉത്സവത്തിന് ഇന്ന് തുടക്കമാകും. തട്ടേക്കാട് മിനി സ്വിറ്റ്സർലൻഡാണ് പരിപാടിയുടെ പ്രധാന വേദി. വിവരങ്ങൾ മോഹൻ നൽകും. മോഹൻ, എന്താണ് മഴ ഉത്സവത്തിന്റെ വിശദാംശങ്ങൾ? ഇന്ന് മുതൽ, അതായത് ഓഗസ്റ്റ് 1 മുതൽ 9 വരെയുള്ള തീയതികളിൽ 7 ദിവസങ്ങളിലായാണ് മൺസൂൺ ഫെസ്റ്റ് എന്ന പേരിൽ ഈ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. മൺസൂൺ മാജിക് എന്നാണ് ഈ മഴയോത്സവത്തിന് പേര് നൽകിയിരിക്കുന്നത്. കോതമംഗലം MLA ഷിബു തെക്കുംപുറത്തിൻ്റെ 100 ദിന കർമ്മ പരിപാടികളുടെ ഭാഗമായി നടത്തപ്പെടുന്ന ആദ്യത്തെ പരിപാടിയാണ് ഇത്. ഇതിൽ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് മഴ ആസ്വദിക്കാനായിട്ട് എത്തുന്നവരെ അവർക്ക് കൂടുതലായിട്ടുള്ള വിനോദ ഉപാധികൾ നൽകുക, അവരെ കൂടുതൽ കോതമംഗലത്തേക്ക് മഴ ആസ്വദിക്കുന്നതിനായി കോതമംഗലത്തേക്ക് വിനോദസഞ്ചാരികളെ ആകർഷിക്കുക എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എത്രമാത്രം വിനോദസഞ്ചാരികളെ ഇതിൽ ഇങ്ങോട്ട് എത്തിക്കാൻ കഴിയുമെന്ന കാര്യത്തിൽ ഒരു സാധ്യതാ പഠനം കൂടെ ഇതിൻ്റെ പിന്നിലുണ്ട്. ഇതിൻ്റെ പ്രധാന വേദി എന്ന് പറയുന്നത് നമ്മുടെ തട്ടേക്കാട് മിനി സ്വിറ്റ്സർലൻഡ് എന്നറിയപ്പെടുന്ന പുൽമേടാണ്. അതായത് കുട്ടമ്പുഴ പഞ്ചായത്തിലെ തട്ടേക്കാടിനോട് അടുത്തുള്ള ഒരു പ്രദേശമാണിത്. നമുക്കറിയാം, ഭൂതത്താൻകെട്ട് പെരിയാർ വാലി ജലസേചന പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള ഭൂതത്താൻകെട്ട് ഡാമിൻ്റെ വൃഷ്ടി പ്രദേശമാണിത്. ഇവിടെ നിന്നും ജലനിരപ്പ് ക്രമീകരിച്ചു കഴിയുമ്പോൾ വർഷത്തിൽ ചുരുങ്ങിയത് ഏറ്റവും കുറഞ്ഞത് 10 മാസമെങ്കിലും ഇവിടം ഒരു പുൽമേടായി നിലനിൽക്കുന്നുണ്ട്. മുൻപ് തന്നെ ഇതങ്ങനെ ഉണ്ടായിരുന്നു. എന്നാൽ ഈ അടുത്ത കാലത്താണ് വിവിധ സമൂഹ മാധ്യമങ്ങളിലും അതുപോലെ തന്നെ വിവാഹമായിട്ട് ബന്ധപ്പെട്ട് വിവാഹ ഫോട്ടോഗ്രാഫിയുമായി ബന്ധപ്പെട്ട് നിരവധി പേര് ഇവിടെ എത്തുകയും സമൂഹ മാധ്യമങ്ങളിൽ കൂടെ മാത്രം ധാരാളം പ്രസിദ്ധി ലഭിക്കുകയും ചെയ്തൊരു പ്രദേശമാണ് ഈ പറയുന്ന മിനി സ്വിറ്റ്സർലൻഡ്. ഇത് ജനങ്ങൾ തന്നെ അല്ലെങ്കിൽ ആസ്വാദകർ തന്നെ ഇട്ട് നൽകിയൊരു പേരാണ്. ഇതൊരു വിജനമായൊരു പ്രദേശമായിരുന്നു, കാര്യമായിട്ട് തദ്ദേശീയർ മാത്രമുള്ളൊരു പ്രദേശമായിരുന്നു. എന്നാൽ ഇപ്പോൾ നിരവധി പേര് ഈ പുൽമേട് സന്ദർശിക്കാനായിട്ട് എത്തുന്നുണ്ട്. ഇത്തരക്കാരെ കൂടുതൽ ഇങ്ങോട്ട് ആകർഷിക്കുക എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രധാന വേദി, ഈ മൺസൂൺ മാജിക്കിൻ്റെ പ്രധാന വേദി എന്ന് പറയുന്നത് ഈ പുൽമേടുകളാണ്, അതായത് മിനി സ്വിറ്റ്സർലൻഡാണ്. എന്നാൽ അതേസമയം കോതമംഗലത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ, ഇതിൻ്റെ തന്നെ വിവിധ പ്രദേശങ്ങളിലായിട്ട് മറ്റ് പല വേദികളും സംഘടിപ്പിച്ചിട്ടുണ്ട്, ഒരുക്കിയിട്ടുണ്ട്. മൺസൂൺ മാജിക്കിൻ്റെ പ്രധാന ആകർഷണം എന്ന് പറയുന്നത് നിരവധി പരിപാടികൾ, നിരവധി മത്സരങ്ങൾ ഇതിനോടകം തന്നെ അവിടെ രൂപീകരിച്ച് ആരംഭിക്കുന്നുണ്ട്. അതിൽ ജീപ്പ് റേസ് ഉണ്ട്, ഓഫ് റോഡ് ജീപ്പ് റേസ് ഉണ്ട്, ബൈക്ക് റേസ് ഉണ്ട്, അതുപോലെ തന്നെ സൈക്കിളത്തോൺ എന്ന പേരിൽ സൈക്കിൾ റാലി സംഘടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ മഴ പാട്ട് മത്സരം, അതുപോലെ തന്നെ മഴ നൃത്ത മത്സരം. ഇതിൻ്റെ പ്രധാന ആകർഷണമായിട്ട് മറ്റൊന്നും പറയുന്നത്, പ്രധാന ആകർഷണം നമുക്ക് അറിയാം, ഇത് സെൽഫി മത്സരം, അതുപോലെ തന്നെ റീൽസ്, മഴ റീൽസ് മത്സരമുണ്ട്. ഏറ്റവും മികച്ച മഴ റീൽസ്, കോതമംഗലത്തിൻ്റെ വിവിധ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുകളിൽ നിന്നും എടുക്കുന്ന റീൽസ്, അത് അവയിൽ ഏറ്റവും മികച്ച റീൽസ് ഏതാണെന്നുള്ളത് നോക്കി തിരഞ്ഞെടുത്ത ശേഷം വിജയികൾക്ക് സമ്മാനം കൊടുക്കുകയും ചെയ്യുന്ന പരിപാടിയും ഇതിനോടൊപ്പം തന്നെ സംഘടിപ്പിച്ചിട്ടുണ്ട്. നിരവധി ആളുകളെ ഇങ്ങോട്ട് എത്തിക്കാനുള്ള ശ്രമമാണ് ഇതുകൊണ്ട് ഇത് കാരണമായിട്ട് ഉദ്ദേശിക്കുന്നത്. മഴ കനക്കുന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. പരിപാടി ഇന്ന് തന്നെ നടത്തുമെന്ന കാര്യത്തിൽ ഉറപ്പുകിട്ടിയിട്ടുണ്ടോ? എന്തെല്ലാമാണ് മറ്റ് വിശദാംശങ്ങൾ? കോതമംഗലത്തെ പ്രധാന ടൂറിസം ഏജൻസികൾ, അതുപോലെ തന്നെ കോതമംഗലത്തെ ചില ടൂറിസം സംരംഭകർ, അതുപോലെ തദ്ദേശ സ്വയംഭരണ വകുപ്പ്, ഇവയെല്ലാം ഒരുമിച്ചുകൊണ്ടാണ്, ഇവയുടെ എല്ലാം സംയുക്ത ശ്രമഫലമായാണ് ഈ പരിപാടി ഇവിടെ നടത്തുന്നത്. അതുപോലെ തന്നെ കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മേരി കുര്യാക്കോസ് ഉൾപ്പെടുന്ന ഒരു വലിയ കമ്മിറ്റി തന്നെ ഇതിൻ്റെ നടത്തിപ്പിനായിട്ട് രൂപീകരിച്ചിട്ടുണ്ട്. ഇന്ന്, അതായത് 1-ാം തീയതി വൈകിട്ട് 5:30 4 മണിക്കാണ് ആദ്യം പരിപാടിയുടെ ഉദ്ഘാടനം തീരുമാനിച്ചിരുന്നത്. ജലവിഭവ വകുപ്പ് മന്ത്രി മോൻസ് ജോസഫാണ് ഉദ്ഘാടകനായി എത്തുമെന്ന് അറിയിച്ചിരുന്നത്. എന്നാൽ പരിപാടി 5:30 അല്പം വൈകുമെന്ന് സംഘാടകർ അറിയിച്ചിട്ടുണ്ട്. 5:30 പരിപാടി മാറ്റിയിട്ടുണ്ട്. അതുമാത്രവുമല്ല, ഇതിൻ്റെ സമാപന സമ്മേളനം 9-ാം തീയതി നടക്കുന്ന സമാപന സമ്മേളനം ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി അനൂപ് ജേക്കബാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. ഇതിനിടയിൽ തന്നെ മറ്റ് നിരവധി പരിപാടികളും ഇതിനോടൊപ്പം തന്നെ നടത്തും. എന്നാൽ അതേസമയം മഴ കനക്കുന്ന സാഹചര്യമുള്ളതിനാൽ, ഇപ്പോൾ അറിയാം, ഇന്ന് കനത്ത മഴയാണ്, സംസ്ഥാനമൊട്ടാകെ മഴ വ്യാപകമായി മഴ പെയ്തുകൊണ്ടിരിക്കുന്നു. മാത്രവുമല്ല, കോതമംഗലത്ത് പല സ്ഥലത്തും ക്രമാതീതമായി ജലനിരപ്പ് ഉയർന്നിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പരിപാടി ഇന്ന് ഉദ്ഘാടനം ചെയ്യുമോ എന്ന കാര്യത്തിൽ ഒരു പൂർണ്ണമായിട്ടുള്ളൊരു വിവരം, ഒരു കൃത്യമായിട്ടുള്ള വിവരം നമുക്ക് ലഭിച്ചിട്ടില്ല. ഷിബു തെക്കുംപുറം MLA ഷിബു തെക്കുംപുറത്തിൻ്റെ ഓഫീസിൽ നിന്ന് നമുക്ക് ഉച്ചയ്ക്ക് ശേഷം കൃത്യമായി ഇതിൻ്റെ വിവരങ്ങൾ നൽകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. പരിപാടി 9-ാം തീയതിയാണ് സമാപിക്കുക.